കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം നമ്മൾ കുർബാന കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മളീ പോകുന്നത് ഒലിവ് മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഈശോ സ്വർഗാരോഹണം ചെയ്തത് അവിടെ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിനി എല്ലാവരും കൂടെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഒലിവ് മലയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു കേട്ടോ. ഇത് കുറച്ചേ ആയുള്ളൂ, ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പം. നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. എങ്കിലും നമുക്ക് ഒരുപാട് ക്ഷീണമൊന്നും അങ്ങനെ തോന്നിയില്ലെങ്കിലും എങ്കിൽ പോലും നല്ല വെയിലും അവിടെ ഒരുപാട് തൊപ്പി ബാഗ് അതുപോലെ ബ്രേസ്ലെറ്റ് കൊന്ത ഈ വക സാധനങ്ങളെല്ലാം വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവരിങ്ങനെ ബാർഗെയിൻ ചെയ്ത് നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പോകാതെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതിപ്പോൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദർ നമുക്ക് ആ ഒലിവ് മലയുടെ ചരിത്രം നമുക്ക് അതിന്റെ റെഫറൻസ് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 6 മുതൽ 11 വരെ ദിവസങ്ങള് നമുക്ക് പിന്നീട് വായിക്കാവുന്നതാണ്. യേശുവിന്റെ സ്വർഗാരോഹണം ഒലിവ് മലയിലാകച്ചാണെന്ന് ലൂക്കാസ് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം 50 മുതൽ 51 വരെ ദിവസങ്ങള് യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് പാത്തൽ നോസ്ത്, നമ്മൾ തൊട്ടടുത്ത് അടുത്ത് പോകുന്നത് പാത്തൽ നോസ്ത്, യേശു സ്വർഗസ്ഥായ പിതാവ് പഠിപ്പിച്ച ദേവാലയത്തിന്റെ അടുത്താണ്. ഈ ഒലിവ് മലയിലേക്ക് ബൈബിളിൽ പല പ്രത്യേകതകളുണ്ട്. ഓക്കെ, പഴയ നിയമത്തില് ദാവീദ് രാജാവിന്റെ സമയത്ത് ഇവിടെ ആരാധനാലയം ഉണ്ടായിരുന്നു. സാമുവേലിന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും. ജെറുസലേം ദേവാലയം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്ന യേശു ഒലിവ് മലയിലേക്കാണ് പോകുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ജെറുസലേം ദേവാലയം വിട്ട് യേശു ഒലിവ് മലയിലേക്ക് പോകുന്നു. മറ്റു സുവിശേഷം 24-ാം അധ്യായം 1-ാം വചനം നമുക്ക് കാണാൻ സാധിക്കും. എസെക്കിയേലിന്റെ പ്രവചനം അനുസരിച്ച് യഹോവയുടെ മഹത്വം ജെറുസലേം ദേവാലയത്തിൽ നിന്ന് വെളിയിലേക്ക് പോയി അതിന് എതിർവശമുള്ള മലയിൽ ചെന്ന് നിന്നു. അതായത് ജെറുസലേമിന് എതിർവശമുള്ള മലയാണ് ഒലിവ് മല. അപ്പൊ യേശു ജെറുസലേം വിട്ട് ഒലിവ് മലയിലേക്ക് വന്നപ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ ആ പ്രവചനം പൂർത്തിയാവുകയാണ്. അതായത് കർത്താവിന്റെ മഹത്വം ജെറുസലേം വിട്ട് ഒലിവ് മലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതായത് യേശു പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അപ്പം ഈ ജെറുസലേം ദേവാലയത്തിന്റെ കിഴക്ക് വശത്താണ് ഒലിവ് മല. അതായത് മത്തായിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈശോ ജെറുസലേം ദേവാലയം ഉപേക്ഷിച്ച് ഒലിവ് മലയുടെ മുകളിലേക്ക് വരുമ്പോൾ എസെക്കിയേലിന്റെ പ്രവചനം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇതേ മലയിൽ വെച്ചാണ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുക. 4-ാം നൂറ്റാണ്ടില് ഒരു ദേവാലയം ഉണ്ടായിരുന്നു. അതിന്റെ മേൽക്കൂര കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. യേശു ചവിട്ടി നിന്ന പാറ അതിപ്പോൾ കാണാൻ സാധിക്കും. യേശു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ ചവിട്ടി നിന്ന പാറ അതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴുള്ളത് 12-ാം നൂറ്റാണ്ടിലെ കുരിശുകളുടെ സമയത്ത് പണിത ദേവാലയത്തിന്റെ ഭാഗമാണ്. 1187 സദരീൻ രാജാവ് ഇത് കുരിശെടുത്തു. ഇവിടെ മോസ്ക് വന്നു, അടച്ചു കളഞ്ഞു. അതിനുശേഷം ഇതിനോട് ചേർന്ന് അവർ മോസ്ക് പണിയുകയുണ്ടായി. ഈ കപ്പേള ഇപ്പോൾ ക്രൈസ്തവരുടെ വണക്കത്തിനായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ ചവിട്ടി നിന്ന പാറയുടെ ഭാഗം നമുക്ക് കാണാവുന്ന രീതിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് എവിടെയാണ് ഈ സ്വർഗ്ഗാരോഹണം ചെയ്ത സ്ഥലം ഇരിക്കുന്നത്. നമുക്ക് ഇനി അകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ എല്ലാവരും യേശു സമർപ്പിക്കുന്ന പോകരുന്നത് എടുക്കുക. ഈ സമയത്തിൽ എന്റെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ നമ്മൾ കയറി ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം നിങ്ങൾ കാണുന്ന പുറത്തെ കാഴ്ചകളാണ്. അതിൻ്റെ അകത്തത്തെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇപ്പോഴും ആൾക്കാർ ക്യൂവിലാണ് കേട്ടോ അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. കാരണം ഒത്തിരി ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഉള്ളിൽ അധികം പെട്ടെന്ന് ഒരുപാട് അങ്ങോട്ട് എടുക്കാനൊന്നും സൂം ചെയ്തെടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. അത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ നമ്മൾ പുറത്തെന്ന് പറഞ്ഞാൽ നല്ല വെയിലും നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.